നവംബർ 19 വേൾഡ് COPD ഡേ. എന്താണ് COPD? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്. ആ വാക്ക് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോണിക് എന്ന് പറഞ്ഞാൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന, ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സം, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ശ്വാസകോശത്തിൽ തടസ്സം വരുന്ന അല്ലെങ്കിൽ തടസ്സം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് COPD. COPD പുരുഷന്മാർക്ക് മാത്രമാണോ? അല്ല. COPD സ്ത്രീകൾക്കും വരാം. പുക വലിക്കുന്നില്ലെങ്കിലും ഇൻഡോർ എയർ പൊല്യൂഷൻ, അതായത് വിറകടുപ്പിൽ നിന്നുള്ള പുക മൂലം സ്ത്രീകൾക്കും COPD വരാം. പൊടിയും പുകയെല്ലാം പോയി നമ്മുടെ ശ്വാസം പോണ കുഴലുകൾ അല്ലെങ്കിൽ എയർവേ എത്തിച്ചേരുന്ന നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ആൽവിയോളി എന്ന് പറഞ്ഞ ഏരിയാസ്, ഇതെല്ലാം നശിച്ചു പോകും അല്ലെങ്കിൽ അതിന് കേടുപാടുകൾ സംഭവിക്കുകയും രോഗിക്ക് അവിടെ നീർക്കെട്ട് വരും, ശ്വാസകോശത്തിനകത്ത് നീർക്കെട്ട് വരികയും ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്നുള്ള കണ്ടീഷൻ വരാം. അല്ലെങ്കിൽ ഈ ആൽവിയോളി നശിച്ചു പോയിട്ട് എംഫെസിമ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരാം. ഇത് മൂലം രോഗികൾക്ക് കിതപ്പ്, ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ പോലും ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു, കിതപ്പ് തോന്നുന്നു. കൂടാതെ വിട്ടുമാറാത്ത ചുമ, നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത ചുമ രോഗിക്കുണ്ടാവുന്നു. ചിലക്ക് നല്ലോണം കഫം വരുന്നതായിരിക്കും, ചിലക്ക് കഫം കുറവായിരിക്കും, ചിലക്ക് നെഞ്ചിൽ കഫം കെട്ടി നിൽക്കുന്ന അവസ്ഥ, കഫം പുറത്തേക്ക് പോവാതെ നെഞ്ചിൽ കെട്ടി നിൽക്കുന്ന അവസ്ഥയും വരാറുണ്ട്. ആസ്മയെ പോലെ COPD ഒരു റിവേഴ്സിബിൾ ഡിസീസ് അല്ല. ഈ എയർവേ അല്ലെങ്കിൽ ആൽവിയോളിൽ വരുന്ന കേടുപാടുകൾ ഇറിവേഴ്സിബിൾ ആണ്, അതായത് മാറ്റാൻ പറ്റാത്ത കേടുപാടുകളാണ്. COPDക്ക് പൂർണ്ണമായ ചികിത്സയില്ലെങ്കിലും ശരിയായ ചികിത്സയിലൂടെ രോഗവഷളാവും തടയാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കും. എന്താണ് COPD ചികിത്സ? നമ്മുടെ ശ്വാസം പോണ കുഴലുകൾ എയർവേസ് ഡൈലേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വികസിപ്പിക്കാനുള്ള ബ്രോങ്കോഡൈലേറ്റർ മരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഇൻഹേലറുകളാണ് COPD പ്രധാന ചികിത്സ. ആവശ്യമെങ്കിൽ ചില പേഷ്യൻസിന് ബ്രോങ്കോഡൈലേറ്റർ അല്ലെങ്കിൽ ശ്വാസകോശം വികസിപ്പിക്കാനുള്ള ഗുളികകളും കഫം അലിഞ്ഞു പോകാനുള്ള കഫം പുറത്തേക്ക് പോകാനുള്ള ഗുളികകളും നൽകാറുണ്ട്. മറ്റൊരു ചികിത്സാ രീതിയാണ് പൾമോണറി റീഹാബിലിറ്റേഷൻ. ഇതിൽ ശ്വസന വ്യായാമങ്ങളും ചെറിയ എക്സസൈസുകളും മെൻ്റൽ സപ്പോർട്ടും ഡയറ്റീഷനും ഇതെല്ലാം ഉൾക്കൊണ്ട് COPD പേഷ്യൻ്റെ ജീവിതം കുറച്ച് മെച്ചപ്പെടുത്തുന്നതായിരിക്കും. മറ്റൊരു ചികിത്സയാണ് ഓക്സിജൻ തെറാപ്പി. COPD കോംപ്ലിക്കേറ്റ് ചെയ്ത് റെസ്പിറേറ്ററി ഫെയിലിയർ അഥവാ ഓക്സിജൻ ലെവൽ കുറഞ്ഞ അവസ്ഥയിൽ വരുമ്പോൾ വീട്ടിൽ ഓക്സിജൻ വയ്ക്കേണ്ട അവസ്ഥ വരുന്നതാണ്. ഈ ലോക COPD ദിനത്തിൽ നമുക്ക് നമ്മുടെ ശ്വാസകോശത്തിനായി ഒരു പ്രതിജ്ഞ എടുക്കാം. പുകവലി പൂർണ്ണമായും ഒഴിവാക്കുക, എയർ പൊല്യൂഷൻ കുറച്ച് ശുദ്ധവായു ശ്വസിക്കാൻ ശ്രമിക്കുക, ശ്വാസം മുട്ടിയാൽ COPD ഓർക്കുക, ലക്ഷണങ്ങൾ കണ്ടാൽ അടുത്തുള്ള പൾമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. സ്റ്റേ ഹെൽത്തി. താങ്ക് യു.